ഓണക്കോടിയൊക്കെ ഒന്ന് ഇടിയിപ്പിക്കാൻ നമുക്ക്. ഓണക്കോടിയൊക്കെ ഞങ്ങൾ കുടിപ്പിക്കുക. എന്നിട്ട് ഓണസദ്യ കഴിക്കാൻ വേണ്ടി ഞാൻ ഒരുക്കുക. അങ്ങനെ ഇന്ന് സുന്ദരനായിരിക്കുവാണ്. ഇനി നമുക്ക് ഓണക്കോടിയൊക്കെ കൊടുത്ത് മോനെ വാ. നീ ഇക്കായ്ക്ക് കുളിക്കാൻ നല്ല ശംഖുപുഷ്പത്തിന്റെ സോപ്പ്, ഒരു സോപ്പ് വേണമെന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ കമ്പനിയുടെ തന്നെ സോപ്പാണ് ശംഖുപുഷ്പത്തിന്റെ. അത് ഇക്കായ്ക്ക് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ചോറുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഇക്കായ്ക്ക് ഓണസദ്യ വെക്കുവാണ്. ഇക്കാടെ കൂടെ ഇന്ന് നമ്മൾ ഓണം ഒന്നും പുള്ളി അങ്ങനെ ചോറൊന്നും അധികം കഴിക്കത്തില്ല. നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒഴിയാൻ പറ്റത്തില്ലല്ലോ. പായസം എനിക്ക് ഒത്തിരി വാരി തന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓണസദ്യയായിട്ട് കേക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ വിഷമം വന്നു കേട്ടോ. ചോറ് വാരി കൊടുത്തപ്പോൾ ഒരു ചെറിയ സങ്കടം വന്നു. മോനെ സിദ്ധാർത്ഥിന്റെ കുറവുണ്ടേ. പെട്ടെന്ന് അപ്പം ഇക്കയുടെ കൂടെ ഓണം ഒരുങ്ങുവാണ്. ഇന്ന് ഓണസദ്യ കഴിക്കുവാണ് ഇക്കയുടെ കൂടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇക്കയെ പറ്റി തിരക്കിയായിരുന്നു. ഇക്കയെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഇടുകയും വിളിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഇക്കയെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കരുനാഗപ്പള്ളിയിൽ നിന്ന് 5 കിലോമീറ്റർ പടിഞ്ഞാറാണ് ഇക്കയുടെ വീട്. അതായത് നമ്മുടെ നേരത്തെ കരുനാഗപ്പള്ളി MLA BN ഷെരീഫിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. പിന്നെ ഇക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇക്ക സംസാരിക്കത്തില്ല, ചെവിയും കേൾക്കത്തില്ല. ഒറ്റയ്ക്കാണ് താമസം. ഉമ്മയും പാപ്പായും എല്ലാം മരിച്ച്. ഇവിടുത്തെ അവസ്ഥയെന്ന് വെച്ചാൽ വളരെ ശോഷീൻ്റെ അവസ്ഥയാണ്. ബാത്റൂം ഇല്ല, പിന്നെ കിടക്കാനൊരു കട്ടിലില്ല, വീട് മൊത്തം പൊളിഞ്ഞ് കിടക്കുന്നു, കറണ്ടില്ല, കിണറില്ല, കഴിക്കാൻ പോലും ഒന്നുമില്ലാത്ത രീതിയാണ്. ഞാൻ വന്ന് പിന്നെ ഇടയ്ക്ക് സാധനമൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഞാൻ ഗൂഗിൾ പേ നമ്പർ കൊടുത്തേക്കാം. ആ നമ്പർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. ചെയ്യാൻ പറഞ്ഞ് മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ തന്നെ നിങ്ങൾ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. എന്തുവാന്ന് വെച്ചാൽ അന്നേരം നമുക്ക് ആലോചിക്കാം. നിങ്ങളിഷ്ടം പോലെ എന്ത് പറഞ്ഞ് സെറ്റ് ചെയ്തു, കുഴപ്പമില്ല. ഇക്കയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വിളിക്കുകയും ചെയ്താൽ മതി. അതിൻ്റെ അടിയിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. അത് ഗൂഗിൾ പേ നമ്പറാണ്. അതിനകത്ത് എന്തെങ്കിലും സഹായം ചെയ്യുമെന്നുണ്ടെങ്കിൽ അങ്ങനെയാകാം കേട്ടോ. ഇതിൻ്റെ ബാക്കിയുള്ള ദൃശ്യങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടെ നല്ലപോലെ പിടിച്ച് കാണിച്ചു തരാം. ഇക്കയുടെ വീടിൻ്റെ അവസ്ഥ ഉണ്ട്. ഇതാണ് വീടിൻ്റെ അവസ്ഥ. ഇനി ഇവിടെ ഒരു കിണറുണ്ട്. കിണറിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. കിണർ ഇട്ട് മൂടിയിട്ടേക്കും കേട്ടോ. കിണർ ഇടിഞ്ഞ് താഴ്ന്നു പോയ കിണറാണ്. പിന്നെ പരിസരമൊക്കെ കണ്ടോ. പിന്നെ ബാത്റൂമില്ല കേട്ടോ. കേക്ക് ബാത്റൂമില്ല. അപ്പം ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർ, നിർബന്ധിക്കത്തില്ല, താല്പര്യമുള്ളവർ ഇങ്ങോട്ട് മെസ്സേജ് ഇട്ട ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടി ഞാൻ ഗൂഗിൾ പേ നമ്പർ കൊടുത്തേക്കാം. അതിനകത്ത് നിങ്ങൾ വിളിക്കുക, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ചെയ്യുക. ഇക്ക ഓണക്കോടിയൊക്കെ ഇട്ട് ഓണസദ്യ കഴിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇക്കയുമായിട്ട് ഞങ്ങളൊരു ടൂറ് പോകുന്നുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ പുറവിന്. അപ്പം ഇക്ക എങ്ങനെയുണ്ട്? നിങ്ങൾ കണ്ടിട്ട് സുന്ദരനായില്ലയോ?
അങ്ങനെ സുന്ദരനാക്കിയിട്ടുണ്ട്. അപ്പോൾ ശരി, എല്ലാവർക്കും ബായ്.